ദുരന്തങ്ങൾ അത് നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന സാങ്കേതിക തകരാർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ പരിശോധന സ്വാഭാവികമായും നാഷണൽ ഹൈവേ തന്നെ നടത്തും. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, കരിമ്പട്ടികയിൽപ്പെടുത്തിയതും അതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗ സംവിധാനത്തിനെതിരെ നടപടികൾ വരുന്നതും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതൊന്നും കേരളത്തിലെ PWD അല്ലല്ലോ ചെയ്യുന്നത്. അതെല്ലാം ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ കേന്ദ്ര വകുപ്പുമാണ്. സ്വാഭാവികമായും അവരത് ചെയ്യും. ഒരു ദുരന്തമോ ഏതെങ്കിലും സ്ഥലത്ത് ചില പ്രശ്നങ്ങളോ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ ആകെ പൊളിഞ്ഞു പോകുമെന്ന് കാണേണ്ടതില്ല. അതെല്ലാം പരിഹരിക്കാനുള്ള സാങ്കേതിക മികവ് നല്ലതുപോലെ നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ മികവ് വെച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഉണ്ടായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനുള്ള അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും.